ഓൺലൈനായി ചേർന്ന യോഗത്തിന് ശേഷമാണ് കൂട്ടരാജി എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടൻ വിനു മോഹൻ താൻ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ജനറൽ ബോഡി യോഗം ചേർന്ന് അടുത്ത ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും വിനു മോഹൻ ജനം ടിവിയോട് വ്യക്തമാക്കി. കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ അമ്മയിലെ അംഗങ്ങൾ തന്നെ കൂട്ടരാജിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വിനു മോഹൻ, നടൻ കൂടിയായിട്ടുള്ള വിനു മോഹൻ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ആരോപണങ്ങളെ തുടർന്ന് ഒരു കൂട്ടരാജിയിലേക്ക് പോകുമ്പോൾ അമ്മ എന്നൊരു സംഘടന തന്നെ ഇല്ലാതാകുക, ഇതൊരു കടുത്ത നടപടിയായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, സംഘടന ഒരിക്കലും ഇല്ലാതായിട്ടില്ല. കാരണം സംഘടനയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്, നമ്മളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമുക്കിങ്ങനൊരു കാര്യം വന്നപ്പോൾ ഇപ്പം രാജി എന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തിലേക്കുള്ള ഇങ്ങനൊരു ചർച്ച വരുന്ന സമയത്ത് നമ്മൾ അതിന് കൃത്യമായിട്ട് ഇപ്പം എൻ്റേതായിട്ടുള്ള കുറച്ച് കൺസേൺ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൺസേൺ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഭാഗമായിട്ടുള്ള ഇപ്പം നമ്മളുടെ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം കൈനീട്ടം പോലെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഈ തരത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള ഇതുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു കൺസേൺ അതായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം നമ്മളൊരു ഇലക്ഷൻ ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പം ആ ഇലക്ഷൻ ഫേസ് ചെയ്ത് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് അവരോട് നമ്മൾ പറയേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ടല്ലേ നമ്മുടെ അംഗങ്ങളോട്. അപ്പം ആ തരത്തിലുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് നമ്മളെല്ലാവരോടും സംസാരിച്ചിരുന്നു. ഒരു ഓൺലൈൻ മീറ്റിംഗ് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു മെജോറിറ്റി ലെവലിൽ നമ്മളുടെ സംഘടന കമ്മിറ്റിയിൽ നിന്ന് ഇങ്ങനൊരു തീരുമാനം വരികയും നമ്മളുടെ ആശങ്കകൾ കൃത്യമായിട്ട് അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്തപ്പോഴാണ് ആ ഒരു തീരുമാനത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ജോയിൻ്റ് ആയത്. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് അങ്ങ് ഈ കമ്മിറ്റി മെമ്പർ ആവുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് അത് സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണോ? അല്ല, നമ്മളൊരു സംഘടനയെ നിൽക്കുമ്പം തീർച്ചയായിട്ടും സംഘടനയുടെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ മെജോറിറ്റി ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ എന്ന് പറയാം. അപ്പം ആ തരത്തിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കൺസേൺസും നമ്മൾ കൃത്യമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കൂടെയും ഫോണിലും എല്ലാവരോടും സംസാരിച്ചു. അല്ലാതെ നമ്മളൊരു ഓൺലൈൻ മീറ്റിങ്ങിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വന്നൊരു തീരുമാനമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജനറൽ ബോഡി വിളിക്കുകയും, കാരണം ഈ അമ്മ അസോസിയേഷൻ്റെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പരമാധികാരം എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ബോഡിയാണ്. കാരണം ഏതൊരു തീരുമാനവും കൃത്യമായിട്ട് ആ ജനറൽ ബോഡിയിലാണ് നമ്മൾ അത് കൃത്യമായി പാലിക്കേണ്ടത്. അപ്പം ആ തരത്തിലുള്ള ഒരു തീരുമാനം ജനറൽ ബോഡി എടുക്കണം. അപ്പോൾ ആ ജനറൽ ബോഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ഒരു മെജോറിറ്റി തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ജനറൽ ബോഡി വരെ നമ്മൾ എന്തായാലും ഈ പറയുന്ന ഈ കൈനീട്ടമായാലും അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിൻ്റെ ഭാഗങ്ങളായാലും അതിനൊന്നും ഒരു മുടക്ക് വരാത്ത രീതിയിൽ തന്നെ കൃത്യമായിട്ടത് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട്. അത് ഓഫീസിൽ നമുക്ക് സ്റ്റാഫുണ്ട്, ആ രീതിയിലെല്ലാം റൺ ചെയ്തു പോകുന്നുണ്ട്. സംഘടനയ്ക്ക് ഒരിക്കലും അതിൻ്റെ പേരിലൊരു കോട്ടം വരില്ല. ഇനി അടുത്ത ജനറൽ ബോഡിയിൽ കൃത്യമായി അടുത്തൊരു കമ്മിറ്റീനെ ജനറൽ ബോഡിക്ക് തീരുമാനിക്കാൻ പറ്റും. ജനറൽ ബോഡിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളുണ്ടാവും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോവുക. അത് ജനറൽ ബോഡിയുടെ തീരുമാനം എന്താണോ ആ രീതിയിലുള്ള കമ്മിറ്റി ആയിരിക്കും നമ്മുടെ അടുത്ത കമ്മിറ്റിയായിട്ട് വരിക. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ അടുത്ത കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി പുതുമുഖങ്ങൾ, അതായത് നിലവിൽ ഉള്ള ആളുകൾ മാറി പുതിയൊരു മുഖം വരും എന്നുള്ള രീതിയിലാണോ? ഇല്ല, ഈ കമ്മിറ്റിയിൽ കമ്മിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അമ്മയിലിപ്പം മെമ്പറായിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഞാനൊരു കമ്മിറ്റിയുടെ ഭാഗമാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഈ തരത്തിൽ എപ്പോഴും എല്ലാ കമ്മിറ്റികളിലും പുതിയ ആൾക്കാരെ നമ്മളെപ്പോഴും അതിനകത്ത് ഭാഗമാക്കാറുണ്ട്, അതിൻ്റെ ഭാഗങ്ങളാവാറുണ്ട്. അപ്പം ആ തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ജനറൽ ബോഡിയിൽ ഇപ്പം കുറേ ആൾക്കാർക്ക് അവരുടെ ആശങ്കകൾ പങ്കുവെക്കാൻ ഉണ്ടാവും, അവരുടെ നിർദ്ദേശങ്ങളുണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ചർച്ചകളും ഏകീകരിച്ച് ഒരു ചർച്ചയിലേക്ക് വന്ന് ആ ജനറൽ ബോഡി ആണ് ഒരു പരമാധികാരമായിട്ട് നമുക്കൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റുക. അതിലേക്ക് അവർ നിർദ്ദേശിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെ ആയിരിക്കും വരിക. ജനറൽ ബോഡി നിർദ്ദേശിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെയാണ് നമ്മുടെ കമ്മിറ്റിയിലേക്ക് വരിക. അത് തീർച്ചയായിട്ടും ജനറൽ ബോഡിയുടെ അധികാരമാണ്, ജനറൽ ബോഡിയിൽ വരേണ്ടതാണ്. ഏതായാലും ഈ സമയവുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ചില ആരോപണങ്ങളുണ്ടായിരുന്നത് ഈ അമ്മയ്ക്കുള്ളിൽ ഭിന്നതയുണ്ട്, അംഗങ്ങൾ തമ്മിൽ ചില ഭിന്നത വാക്കേർച്ചയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അത് സത്യമായിരുന്നു? അത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ പിന്നീട് രാജിയിലേക്കും പോകേണ്ടി വന്നത്? അല്ല, അംഗങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ കമ്മിറ്റി തന്നെയാണെങ്കിലും ഒരിക്കലും അങ്ങനെ ഈ ഭിന്നതകളൊന്നും ഉണ്ടായിട്ടില്ല. അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ 17 പേർക്കും ഇൻഡിവിജ്വലി 17 അഭിപ്രായങ്ങളും 17 ചിന്താഗതികളും ഉണ്ടാവും, അല്ലേ? അപ്പം എത്രയും പേർക്ക് അതാണ് ഉണ്ടാവുക. അപ്പം ആ
ചിന്താഗതികൾ എല്ലാം, ആ അഭിപ്രായങ്ങൾ എല്ലാം സംസാരിച്ച് ചർച്ച ചെയ്ത് അതിനൊരു ഏകാഭിപ്രായമായിട്ട് മാറുമ്പോഴാണ് നമ്മളൊരു തീരുമാനം പുറത്തേക്ക് പറയുക. അപ്പം ആ തരത്തിലൊരു തീരുമാനമാണിത്. അല്ലാതെ ഒരിക്കലും ഒരു വ്യത്യസ്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ ഭിന്നിച്ച് നിൽക്കുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും നമ്മുടെ കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല, അംഗങ്ങളുടെ ഇടയിലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ബോഡിയിൽ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ജനറൽ ബോഡിയിൽ വരുമ്പോഴാണ് എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന രീതിയിൽ അവർക്കെല്ലാം അഭിപ്രായം പറയാനും അവർക്കെല്ലാം കൃത്യമായിട്ട് ഇതിന് ഒരു ഡിസിഷൻ പറയാനും പറ്റുന്നത് ജനറൽ ബോഡിയിലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് അത് ഏകാഭിപ്രായത്തിലേക്ക് മാറുക എന്നുള്ളത് ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അത് ഉണ്ടായിട്ടുണ്ടാകും, അത് സംസാരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ഭിന്നാഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എതിർത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. എൻ്റെ 2 കൺസേൺസ് ഉണ്ടായിരുന്നത് ഈ പറയുന്ന പോലെ അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ്, അംഗങ്ങൾക്കുള്ള കൈനീട്ടം, ഈ കുറേ അധികം ഈ ഒരു പൈസ നമുക്കിപ്പോൾ കൈനീട്ടമായി കൊടുക്കുന്ന പൈസ അവരുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് ആ എമൗണ്ട് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ സംഘടനയിലുണ്ട്. പണ്ട് അഭിനയിച്ചിരുന്നവരും ഇപ്പം വളരെ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും. അപ്പോൾ ആ തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊരു മുടക്കമില്ലാതെ കൃത്യമായി അതെല്ലാം പോകുമെന്ന് കൃത്യമായി തന്നെ നമ്മുടെ പത്രക്കുറിപ്പിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ചർച്ച ചെയ്തപ്പോഴും വന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. അതിനകത്ത് ഇനി ജനറൽ ബോഡിയാണ് അതിൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ ഉടനെ ജനറൽ ബോഡി കൂടി അടുത്ത ഭരണസമിതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ജനറൽ ബോഡിയുടെ തീരുമാനമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നതും. ഇപ്പം നമ്മളിപ്പോൾ ഒരു 2 മാസമായുള്ളൂ നമ്മുടെ ഈ കമ്മിറ്റി. പക്ഷേ ഈ കമ്മിറ്റിയുടെ കാര്യങ്ങൾ നമ്മളിപ്പം പബ്ലിക്കിന്, ഇപ്പം നമ്മളുടെ അമ്മയിലെ അംഗങ്ങളെ പോലെ തന്നെ ജനങ്ങളെയും ഭാഗമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇപ്പം ഒരു ഡാൻസിൻ്റെ ഒരു നൃത്ത വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ഇനിയും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരെയും, അമ്മയിലല്ലാതെ മെമ്പേഴ്സിൻ്റെ കുട്ടികളുണ്ട്, അല്ലാതെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതിനോട് അടുപ്പിക്കുക, അവർക്കും ഈ പറയുന്ന പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഒരു ജനകീയമായി തന്നെയാണ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. അപ്പം ഓരോരുത്തർ വരുമ്പോൾ അവരുടെ ചിന്തയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ആശയങ്ങളാണ് നമുക്കിതിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുള്ളത്, സംഘടനയുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും. അപ്പം പുതിയ ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ആശയങ്ങൾ വരും, പുതിയ രീതിയിൽ സംഘടനയ്ക്ക് ഉയർച്ച ഉണ്ടാകും. അതാണല്ലോ എപ്പോഴും ഏതൊരു സംഘടനയും കൃത്യമായി പുതിയ ആൾക്കാർ വരുമ്പോഴും പുതിയ ആശയങ്ങൾ വരുമ്പോഴും ഓരോ തീരുമാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും വരുമ്പോഴാണ് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഉയർച്ചയിലേക്ക് പോവുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ കാലങ്ങളിലും ഉള്ള പോലെ തന്നെ അതിലും ശക്തമായിട്ട് തന്നെ ഓരോ വർഷവും നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ആണെങ്കിലും അസോസിയേഷനിൽ നിന്ന് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർക്ക്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വീൽ ചെയർ അങ്ങനെ പറ്റുന്ന നമ്മുടെ സംഘടനയ്ക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന പബ്ലിക്കിനും ഉള്ള എല്ലാ വെൽഫെയർ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇനിയും ഒരുപാട് ആശയങ്ങളും ഒരുപാട് തോട്ട്സും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ വരണം. കാരണം അങ്ങനെ വരുമ്പോഴേ, ഇപ്പം ഞാനും ഈ കമ്മിറ്റിയിൽ പുതിയ ഒരാളാണ്. അപ്പം എനിക്ക് പറ്റുന്ന കാര്യങ്ങളും ആശയങ്ങളും എല്ലാം ഞാനതിൽ സംസാരിക്കുകയും കമ്മിറ്റി അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുള്ള എല്ലാവരും. അപ്പം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായും അമ്മയുണ്ടാവും. അമ്മ സംഘടനയ്ക്ക് ഇതുകൊണ്ടൊരു കുഴപ്പവും ഉണ്ടാവില്ല. കൃത്യമായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എല്ലാ ഡെയിലി ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പോകുന്നുണ്ട്. ഇനി ജനറൽ ബോഡി കഴിഞ്ഞാൽ പുതിയൊരു കമ്മിറ്റിയിലേക്ക് വരും. ആ കമ്മിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യണോ, എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അത് ജനറൽ ബോഡിയുടെ ഡിസിഷനാണ്. ജനറൽ ബോഡി ഡിസൈഡ് ചെയ്യുന്നൊരു ഏത് കാര്യവും ഞാൻ അംഗീകരിക്കാൻ തയ്യാറുമാണ്. ഏതായാലും ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും വലിയ ജനപ്രിയമായിട്ടുള്ള ചില പരിപാടികളൊക്കെ അമ്മ ആസൂത്രണം ചെയ്തിരുന്നു. ഏതായാലും ആ കാര്യങ്ങൾ തുടർന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണല്ലേ താങ്കൾക്കും പങ്കുവെക്കാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി, അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇപ്പം ഏതൊരു സംഘടനയും അങ്ങനെയാണല്ലോ. ഇപ്പം സിനിമയിലുള്ള എല്ലാ സംഘടനകളും അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സംഘടനകളും നിലകൊള്ളുന്നത്. അതേപോലെ തന്നെയാണ് അമ്മയും നിലനിന്നിട്ടും. അതിലും ഉപരി ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളൊരു രീതിയിലും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിക്കാനും വേണം. അടുത്ത കമ്മിറ്റി വന്നാലും ഇതെല്ലാം സജീവമായിട്ട് തന്നെ പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി പിന്നീട് ഉണ്ടായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ ഈ അമ്മയിലുണ്ടായിരുന്നൊരു പ്രശ്നത്തിന് കാരണം. സ്വാഭാവികമായിട്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താനായിട്ടുള്ളൊരു കാര്യങ്ങൾ, അതായത് അവർ മത്സരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് തന്നെ ഒരു തീരുമാനം, അഭിപ്രായം ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതിപ്പം ജനറൽ ബോഡിയിലാണ് വരേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം വരുമ്പോൾ ഇപ്പം ആരാണെങ്കിലും ആർക്കെതിരെയും എന്തും
പറഞ്ഞു പോകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെയധികം നമ്മൾ പ്രാധാന്യമായിട്ടും വളരെ പ്രധാനം ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് വരേണ്ടതാണ്. കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക വേണം, പക്ഷേ കുറ്റം ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ക്രൂശിക്കപ്പെടാനും പാടില്ല, അല്ലേ? നമുക്കൊരു എപ്പോഴും ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ, നമ്മളൊരു ഈ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാൻ, ഇപ്പം എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും. സത്യം തെളിയണം, സത്യം അതിൻ്റെ നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളിലൂടെ, നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരികയും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെയധികം നന്ദി. ഈ അമ്മ തുടർന്ന് വന്നിരുന്ന പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അത് വീണ്ടും തുടരും. ഈ കൂട്ടരാജി അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികളൊന്നും തന്നെ ബാധകമാകില്ല. ഒപ്പം തന്നെ വളരെ വൈകാതെ തന്നെ ഈ പുതിയ ഭരണസമിതി കൂടി എത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.